ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് എനിക്ക് വീട്ടിലെ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. അവരാരാണെന്ന് നോക്കാം. ഈ കുട്ടി ഗസ്റ്റുകൾ ആരാണെന്ന് അറിയണ്ടേ? ഇവർ തൃശ്ശൂർ ബ്ലൂബെൽ മോണ്ടിസോറി സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കേക്ക് ബേക്കിംഗ് കാണുവാനും പിന്നെ ബേക്കിങ്ങിലെ ചെറിയൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവരെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. My name is Tanvi Via. I come college. My name is Niharika. Come Thrissur. My name is Candice Maria Sinos. I am coming from Manoti. My name is Where. My name is coming from Thrissur. Cupcake. Okay. My name is Devdat. Devdat. Okay. My name is Ganesh. I coming from Thrissur. Okay. My name is Marcus. ഓക്കെ. നമ്മൾ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുട്ടികൾ പറഞ്ഞുതരും. 2.5 cup maida, 3 tablespoon cocoa powder, 1/2 cup sugar, 1/2 cup sugar. Okay. 1 spoon star, Okay. 2 egg, 1 cup തൈര്, 1/3 cup oil, Very good. 4 teaspoon vinegar, 1.5 teaspoon baking soda, 1 teaspoon vanilla essence. അപ്പോൾ ഇതാണ് റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. കുട്ടികളാണ് ഇന്ന് തന്നെ ബേക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കണം. ബാറ്ററിന് വേണ്ടി നമ്മൾ ആദ്യം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഓയിലും ഷുഗറും നല്ലപോലെ ബ്ലെൻഡായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അറ്റ് എ ടൈം ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് എഗ്ഗ് ആഡ് ചെയ്തിട്ട് അതും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലോട്ട് റെഡ് ഫുഡ് കളറിംഗ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് മൈദയും കൊക്കോ പൗഡറും ഉപ്പും അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അത് 3 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്നിലൊരു ഭാഗം മൈദ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരിൽ പകുതി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മൈദ കൊക്കോ പൗഡർ മിക്സ്ചറിലെ രണ്ടാമത്തെ പോർഷൻ കൂടി ആഡ് ചെയ്യാം. ജെന്റ്ലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ബാക്കിയുള്ള തൈരും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ബാക്കിയുള്ള മൈദ കൊക്കോ പൗഡർ മിക്സ്ചർ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇനി ഇതും ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയിരുന്നു. അതിപ്പോൾ ആഡ് ചെയ്യാണ്.
ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിൽ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ വൈറ്റ് ഡിസ്റ്റിൽഡ് വിനീഗറും ആഡ് ചെയ്യണം. ഇനി ഈ ബേക്കിംഗ് സോഡയും വിനീഗറിൻ്റെ മിക്സ് നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കപ്പ് കേക്കിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട കപ്സ് ഇതാ കുട്ടികൾ ഓരോരുത്തരായി വെക്കുകയാണ്. ഇനി കേക്ക് ബാറ്റർ ഈ കപ്സിൻ്റെ ഒരു 3/4 വരെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. 170 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. കപ്പ് കേക്കിന് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് അതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കപ്പ് കേക്ക്സ് എല്ലാം കറക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി കപ്പ് കേക്ക്സ് ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികളുടെ കൂടെയുള്ള ബേക്കിംഗ് സെഷൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ബ്ലൂബെൽ മോണ്ടിസോറി സ്കൂളിലെ ടീച്ചർ ലിൻഡ മാമിന് സ്പെഷ്യൽ താങ്ക്സ്.